എല്ലാവർക്കും ചിങ്കൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പത്തോരനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചമ്മന്തിയുടെ കൂടെയും അതുപോലെ തന്നെ മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 2 കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെ ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതേ നല്ല സൂപ്പർ ആയിട്ടുള്ള കപ്പയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല കപ്പേനെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കണം, എങ്കിൽ മാത്രമാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ അതേ തോലൊക്കെ കളഞ്ഞ് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അതേ കൊത്തി നുറുക്കിയത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കപ്പ ഫുള്ളായിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതേ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ വെള്ളം നമ്മളൊന്ന് ഊറ്റി കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെറുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നാളികേരം ചെരുകിയത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇതൊക്കെ ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇതിൽ പച്ചമണം മാറുന്നത് വരെ വേണം നമ്മളിതിനൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ കപ്പയും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ തോരൻ റെസിപ്പിയാണിത്. അപ്പോൾ നല്ല ചമ്മന്തി അതുപോലെ തന്നെ എന്താ പറയുക മീൻകറിയോ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ നാടൻ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.